പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭി ഇങ്ങനെ ഇരുന്ന് എന്തോ ആലോചിക്കുന്നുണ്ടോ. ആ സമയത്ത് ജലജയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട്, എടാ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു 5-6 വയസ്സൊക്കെ തോന്നിക്കും. നീ ഒരു 5 വർഷം മുമ്പ് ആരൊക്കെ ആയിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്, എവിടേക്കാ പോയതെന്നുള്ള കാര്യം ഒന്ന് റീകലക്ട് ചെയ്ത് നോക്ക്. ഇത് കേൾക്കുമ്പോൾ അഭി ഓടി പഠിച്ചു വന്നിട്ട്, അമ്മയ്ക്ക് എന്താ വട്ടാണോ? അമ്മ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ എന്നെ സംശയിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഞാനിത് ചോദിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നീ എങ്ങാനും ഇങ്ങനത്തെ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവരിൽ നിന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. നീ വെറുതെ പോയിട്ട് ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. ദയവ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് പറയടാ. അമ്മേ, ഞാൻ പെണ്ണുങ്ങളായിട്ട് ഇങ്ങനെ നടന്നിട്ടും കൂട്ടുകൂടിയിട്ടൊക്കെ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞ് വരാൻ മാത്രം ഒരു തെറ്റും ഞാൻ അമ്മയെ ചെയ്തിട്ടില്ല. എടാ അഭി, നീ ഇത്രയും കാലം മറ്റുള്ളവരുടെ മുമ്പിൽ സത്യവാനല്ലായിരുന്നു, പക്ഷെ എൻ്റെ മുമ്പിൽ നീ സത്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ട് നീ എൻ്റെ അടുത്ത് മറച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിന്നെ അമ്മയ്ക്ക് പോലും രക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. എടാ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയടാന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് ഫോണെടുത്ത് കയ്യിൽ കൊടുത്തിട്ട്, എടാ നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഫോൺ എന്തിനാ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എടാ നീ കോണ്ടാക്ട് ലിസ്റ്റൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അപ്പം നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഓർമ്മ വന്നാലോ. ഈ അമ്മ എന്നെ കൊല്ലാകൊല ചെയ്യുന്ന അഭി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ്, എടാ എന്താടാ, ഓൾറെഡി ആ നവ്യ നമ്മളെ രണ്ടുപേരെയും ഒരവസരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ പുറത്താക്കുന്നതിന് മുമ്പ് അവള് നമ്മളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. അമ്മ, എനിക്കൊരു സംശയം എന്നുള്ള കാര്യം പറയുമ്പോൾ, പറയടാ ഏത് പെണ്ണാണ് എവിടെയുള്ളതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അമ്മ അതല്ല, എനിക്കൊരു സംശയം, ഇത് നവ്യ ഒപ്പിച്ച പണിയാണോ എന്നുള്ള കാര്യം. നിർമ്മലിന്റെ വിഷയത്തിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അവള് മനഃപൂർവ്വം എന്നെ പഴി വാങ്ങാൻ വേണ്ടി ചെയ്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിനൊന്നും സാധ്യതയില്ലടാ. അവൾ അത്രയും എക്സ്ട്രീം വരെ ഒന്നും പോകാനുള്ള സാധ്യതയില്ല. ഇനി ഒരുപക്ഷെ അവൾ പോവുകയാണെന്നുണ്ടെങ്കിലും നയനയ്ക്ക് ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ ഇത് സമ്മതിക്കില്ല. എന്തായാലും ഈ വിഷയത്തിൽ എല്ലാവരും നിന്നെയാണ് വലിച്ചഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കണടാ. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്റെ തലയിൽ ഇത് എടുത്തുവിടുക. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കുട്ടി ആരുടെ എന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. എടാ, നിന്റെ അടുത്ത് ഞാൻ ഈ പറയുന്നത്, നീ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ ആദ്യം കിടന്ന് ഉറങ്ങാൻ നോക്ക്, നമുക്ക് രാവിലെ സംസാരിക്കാം. എങ്ങനെയാടാ ഞാൻ സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങുക? എൻ്റെ തലയിൽ ഒരു മല കയറ്റി വെച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. എല്ലാം എൻ്റെ തലവിധി എന്നൊക്കെ പറഞ്ഞ് തലക്കടിച്ചിട്ട് അവിടെ പോയി കിടക്കുവാണേ. അമ്മ കണ്ടില്ല എന്നെ പ്രാഗിക്കൊണ്ട് പോകുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ എന്നെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പറഞ്ഞ് എനിക്ക് തന്നെ ഭയമായി തുടങ്ങി. ഇനി ഞാൻ തന്നെ അറിയാതെ എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ടോ? എന്തൊരു വിധിയാണ് അഭി, നീ തന്നെ ഞാൻ എന്താ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഇങ്ങനെ എന്തൊക്കെയോ പിച്ചുമ്പയും ഒക്കെ പറയാണ് കേട്ടോ അഭി. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അതുവഴി അഴകി വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ചായ കുടിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു. ആരും അഴകി അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. എവിടെ പോയി നയന എന്നുള്ള കാര്യം അഴകി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് അവിടെ പാല് കാച്ചി വെച്ച് മൂടി മാറ്റി പാലെടുക്കുന്ന സമയത്ത് അത് താഴെ വീണു പോവാണേ. ആ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് ജലജയും ജാനകിയും അനാമികയും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് ജലജ അങ്ങോട്ട് തുടങ്ങുകയാണ്. ആരാ നിന്റെ അടുത്ത് കിച്ചണിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്? കിച്ചണിലേക്ക് വന്നത് മാത്രമേ ഇവിടെ മൊത്തം നശിപ്പിച്ചു. അത് കഴിഞ്ഞ് അനാമിക പറയുന്നുണ്ട്, നിനക്ക് കുറച്ചു നേരം പോലും വെറുതെ നീക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം ചോദിച്ചു എല്ലാവരും ഇങ്ങനെ ചൂടാവാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണേ. എപ്പോഴും ഓരോന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ അപ്പം ശരിയാക്കി തരാം ബാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ജാനകി പറയുന്നുണ്ട്, നിനക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലോ ഞങ്ങളടുത്ത് ചോദിക്കണം, അല്ലാണ്ട് സ്വന്തം വന്നാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വെക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോന്ന് ചീത്ത കാര്യങ്ങളൊക്കെയാണോ നിനക്ക് ആശ്രമത്തിൽ പഠിപ്പിച്ചെന്നത്? ഇവിടെ അതൊന്നും നടക്കില്ല, മര്യാദയ്ക്ക് എന്നോണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണേ. അങ്ങനെ ആ കുട്ടി അത് കേട്ടിട്ട് ഓടി നേരെ പോയിട്ട് ഹാളിൽ ചെന്ന് ഇരിക്കുകയാണ്. കരയുന്ന ശബ്ദം കേട്ടിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്ത് പറ്റി? അപ്പോഴേക്കും നയനി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. എന്താ മോളെ, എന്തിനാ കരയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, ഇവരെല്ലാവരും എന്നെ ചീത്ത പറഞ്ഞു എന്നുള്ള കാര്യം. ശരി നീ കരയല്ലേ, നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് നയന ആ കുട്ടിയും കൂട്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. അത് കാണുമ്പോൾ ജലജ പറയുന്നുണ്ട്, എല്ലാം ഇവർ കൊടുക്കുന്ന ഈ സ്വാതന്ത്ര്യം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇത് കേൾക്കുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ നൈറ്റിൽ കഷ്ടപ്പെട്ടതൊക്കെ ആരെടുത്ത് പോയിട്ട് പറയുന്നേ. അത് കഴിഞ്ഞ് നയന കുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, കൊണ്ടുപോയി ഇരുത്തിയിട്ട്, മോളെ നിന്നെ എന്തിനാ എല്ലാവരും ചീത്ത പറഞ്ഞത്? നീ എന്താ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് കുളുകുളുന്ന് ശബ്ദം വന്നു.
അങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ പോയി പാല് തട്ടി താഴെ വീണു, പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു, നിന്നെയും കണ്ടില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ നിനക്ക് പോയിട്ട് പാലെടുത്തിട്ട് വരാം എന്ന് പറയണേ. അങ്ങനെ കിച്ചണിൽ പോയി നോക്കുമ്പോൾ പാലൊക്കെ തട്ടിമറിച്ച് അതുപോലെ തന്നെ ഉണ്ട്. ആദ്യം നയൻ അത് ക്ലീൻ ചെയ്യാണ്, അതിനുശേഷം കുട്ടിക്ക് പാലെടുക്കുകയാണ്. അങ്ങനെ ബിസ്ക്കറ്റും കൂട്ടി പാലും ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുട്ടി തിന്നുമ്പോൾ നയനയ്ക്ക് ഒരു കഷ്ണം കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതേസമയം എല്ലാവരും കൂടി ഇരിക്കുന്ന അവിടുന്ന് അബി പറയുന്നുണ്ട് സക്സസ് സക്സസ്ന്ന്. എന്താണ് സക്സസ് എന്നൊക്കെ പറയുന്നതെന്ന് നമ്മുടെ ആദർശ് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് ഇന്ന് നമ്മുടെ വീട് വിട്ടു പോകും. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ ജലജയ്ക്കും കുറച്ചു പേർക്കൊക്കെ. അത് കേട്ട ഉടനെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് അബി, നിന്നെ പോലത്തെ ഒരാൾ വേണം. എല്ലാവരും എന്തോരം കഷ്ടപ്പെട്ടായിരുന്നു കണ്ടല്ലോ. എൻ്റെ മോൻ ഒറ്റ ദിവസം കൊണ്ട് ആ കുഞ്ഞിനെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി കണ്ടെത്തി. അവൻ ബുദ്ധിശാലിയാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇത് കേൾക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ശരി നീ എന്താ ചെയ്തെന്നുള്ള കാര്യം ആദ്യം പറ. ഇത് കേൾക്കുമ്പോൾ അബി പറയുന്നുണ്ട് ആ കുഞ്ഞിന്റെ ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, എന്നിട്ട് ആ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും എവിടെയാന്നുള്ള കാര്യം വെച്ചാൽ അത് തേടി വരാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോഴേക്കും മോന്റെ ബുദ്ധിന്റെ കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് മനസ്സിലാവുകയാണേ. ആ കുട്ടിയുടെ അമ്മയച്ഛൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറയണേ. എടാ നിനക്ക് ബുദ്ധിയുണ്ടോ, ആദ്യം ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറയണേ ആദർശ്. എന്തിനാ ബ്രോ ഡിലീറ്റ് ചെയ്യുന്നത്? ആ പോസ്റ്റ് കുഞ്ഞിനെ കൊണ്ടുവിട്ടിരിക്കുന്ന ഏതെങ്കിലും ഓഫീസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീരും, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമാവുകയും ചെയ്യും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് DNA ടെസ്റ്റ് ആണ്. നമുക്കും ആ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം തെളിയിക്കണം. അതിനു മുമ്പ് നമ്മൾ ആ കുഞ്ഞിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികാരികൾക്ക് മനസ്സിലായാൽ എല്ലാവരെയും പിടിച്ചിട്ട് അകത്തിടും. തുടർന്ന് ജലജ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു നീ എന്തോ ബുദ്ധിപരമായിട്ട് എന്തോ ചെയ്തു എന്നുള്ള കാര്യം. ഇത്രയും വലിയ മണ്ടത്തരം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആദ്യം നീ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യടാ. നിന്റെ അക്കൗണ്ടിലല്ലേ പോസ്റ്റ് ചെയ്ത്, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യടാ എന്ന് പറയുമ്പോൾ ശരി ശരി എന്ന് പറയണേ. ഞങ്ങളെല്ലാവരും സമാധാനപരം വേണ്ടി നിൽക്കുന്ന സമയത്ത് നീ എന്തിനാ അതിൻ്റെ ഇടയ്ക്ക് ഇടങ്കോലിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അബി? ഇതിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ പരിശ്രമിക്കുന്നത്. അപ്പൊ നിനക്ക് ആ കുഞ്ഞുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സത്യം പറയണ എന്ന് പറയുമ്പോൾ അയ്യോ ആദർശേട്ടാ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾ ആരുടെയും ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിലും ആദ്യം എൻ്റെ ടെസ്റ്റ്, എൻ്റെ ചോര മൊത്തം എടുത്തിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് ആദർശ് ഇപ്പോൾ ഓൾറെഡി പ്രശ്നങ്ങളുണ്ടല്ലോ, ആ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരുടെയും DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യേ. മുത്തശ്ശി എല്ലാവർക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, സംശയം തോന്നിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എടുക്കണം, വീട്ടിലുള്ള എല്ലാ ആണുങ്ങൾക്കും എടുത്തേ പറ്റുള്ളൂ, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും DNA ടെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ, ഇതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടുന്ന് പോവാണ് കേട്ടോ. ആ കടുത്ത തീരുമാനം കേട്ടിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.